ഹലോ ഗൈസ്, ഇന്നൊരു കോളേജ് ഡേ വ്ലോഗാണ്. അപ്പോൾ ഇനി കുറച്ചാളും കൂടെ കോളേജ് വ്ലോഗൊക്കെ കാണുള്ളൂ, കാരണം കോളേജ് കഴിയാറായി. ഇനിയൊരു 15 ദിവസത്തെ ക്ലാസ്സൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ കോളേജിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മതിയോ മാഡം? കൊള്ളാമോ ചെരുപ്പ്? കൊള്ളാം. ഇത് മതിയാ? അപ്പം ഞാനും ഇതുപോലെ എടുക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ അത് തന്നെ ഇടും. എനിക്കാണ് പ്രത്യേകിച്ച് ആ സ്വഭാവം. പിന്നെ അങ്ങനെ ഓരോ ചെരുപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെനിക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് തരുവാണ്. എനിക്കാണ് ചെരുപ്പ് എടുക്കാൻ വന്നത്, എങ്കിലും അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഇതിട്ട് നോക്കി, ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. വേറെ ഏതെങ്കിലും എടുത്ത് നോക്കിയാൽ പിന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടും. അതിന് മുന്നേ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അതും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോകാൻ പോകുന്നത് ഗൗരിക്ക് കമ്മലൊക്കെ നോക്കാനുണ്ടായിരുന്നു. സോ അങ്ങോട്ടാണ് പോയത്. അങ്ങനെ കമ്മലൊക്കെ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൗരിയെ കാണാൻ കിട്ടത്തില്ല, ഓടി ഓടി നടക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. പിന്നെ വന്നപ്പോഴത്തേക്കും കമ്മലൊന്നും നമ്മൾ നോക്കിയത് കിട്ടിയില്ല. അങ്ങനെ ബംഗാളി ചേട്ടൻ്റെ അടുത്ത് കുറേ തപ്പി എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടനെ പണിയൊക്കെ എടുപ്പിച്ചിട്ട് നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങോട്ടാണ് പോയത്. പിന്നെ തിരിച്ച് വീണ്ടും കമ്മൽ കടയിലോട്ട് തന്നെ വന്നു. ഇനി വീണ്ടും ആ ബംഗാളി ചേട്ടൻ നമ്മൾ അടിച്ചോടിക്കണതിന് മുന്നേ അവിടെ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും പാവത്തിനെ ഇട്ട് തപ്പിക്കുവാണ്. അതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. ഒരിക്കൽ കഴിക്കാനാണ് ഗൈസ് പൊതിയിലിരിക്കുന്നത്. രേവോസിന് ഒരു കഷ്ണം മതി. അങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസും കട്ട്ലറ്റും ഒക്കെ കഴിച്ചു. പിന്നെ വീണ്ടും ഷോപ്പിംഗ് തന്നെ. അവൾക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സിറം അതൊക്കെ വാങ്ങാനാണ് വന്നതെങ്കിലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നു. നമ്മളവിടെ കിടന്ന് വാശി പിടിച്ചു. അങ്ങനെ വാങ്ങിത്തന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്.